നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡറോ ഇൻവെസ്റ്ററോ ആണെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ട്രേഡിംഗ് ജേണൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നിങ്ങളെടുത്തിട്ടുള്ള കംപ്ലീറ്റ് ട്രേഡിൻ്റെയും റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത് ട്രേഡിംഗ് ജേണലിലാണ്. ട്രേഡ്സ് ജേണൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ട്രേഡിനെയും ഒന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ട്രേഡാണ് പ്രോഫിറ്റ് തരുന്നത്, ഏത് ട്രേഡാണ് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നത്, ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ട്രേഡിംഗ് ജേണൽ ഉണ്ടാക്കാൻ നമുക്ക് എക്സൽ ഷീറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൻ്റെയോ ആവശ്യമൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ട് ട്രേഡ്സൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷനുണ്ട്. സ്റ്റോക്ക് കാൽക്കുലേറ്റർ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റുക. ഇവിടെ 2 സെക്ഷൻസ് കാണാൻ പറ്റും, ട്രേഡിംഗ് കാൽക്കുലേറ്ററും ട്രേഡിംഗ് ജേണലും. നമുക്കിതിൽ ട്രേഡിംഗ് ജേണൽ എന്ന സെക്ഷനാണ് ആവശ്യം. ഇതിലാണ് നമ്മൾ ട്രേഡ്സ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് ട്രേഡ്സ് റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ ട്രേഡ്സ് എന്നൊരു ടാബ് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ട്രേഡ്സ് ആഡ് ചെയ്യുന്ന എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് കുറച്ച് ട്രേഡ് ഡീറ്റെയിൽസ് ആണ്. ഇത് റെക്കോർഡ് ചെയ്യാനായി നിങ്ങൾ ഈ ആഡ് ട്രേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ സിമ്പിൾ നെയിം എന്നുള്ളിടത്ത് സ്റ്റോക്കിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം ലോങ് ഓർ ഷോർട്ട്, അതായത് ബൈയോ സെല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അതിന് താഴെ തന്നെ ട്രേഡ് ടൈപ്പ്, പൊസിഷണൽ, സ്വിംഗ്, ഇൻട്രാഡേ, സ്കാൽപ്പിംഗ്, ഏത് ടൈപ്പ് ട്രേഡാണ് നിങ്ങൾ എടുത്തത് എന്ന് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾ ക്വാണ്ടിറ്റി, എൻട്രി പ്രൈസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് പ്രൈസ് ഇത് 4 കൊടുക്കുക. അതിന് താഴെ തന്നെ സെറ്റപ്പ് എന്നൊരു ഭാഗം കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഏത് സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഈ ട്രേഡ് എടുത്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ട്രാറ്റജി നിങ്ങൾ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ അവിടെ സെറ്റപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ആഡ് ന്യൂ സെറ്റപ്പ് എടുത്ത് അവിടെ ഒരു സ്ട്രാറ്റജി ആഡ് ചെയ്യുക. ശേഷം വീണ്ടും നിങ്ങളുടെ സെറ്റപ്പ് സെലക്ട് ചെയ്യുക. അവസാനമായി നിങ്ങൾ എക്സിറ്റ് പ്രൈസും ഫീസ്, അതായത് ബ്രോക്കറേജ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡ് അവിടെ സേവ് ആകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡ് ചെയ്ത ട്രേഡിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണാൻ പറ്റും. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ ട്രേഡ് നോട്ട് എന്നൊരു ഭാഗത്ത് എന്താണ് ഈ ട്രേഡിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ്, അതായത് പ്രോഫിറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് പ്രോഫിറ്റ് വന്നു, അതല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ എന്തുകൊണ്ട് ലോസ് വന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇതിൽ വേറെയും കുറച്ച് ട്രേഡ്സ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രേഡിംഗ് ജേണലിനെ എങ്ങനെ റിവ്യൂ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ വേറെ കുറച്ച് ട്രേഡ്സ് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഡാഷ്ബോർഡിലേക്ക് വരിക. എന്നിട്ട് ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എത്ര ട്രേഡ്സ് എടുത്തിട്ടുണ്ട്, ഏതൊക്കെ ട്രേഡാണ് ലോസിലുള്ളത്, ഏത് സ്ട്രാറ്റജി പ്രകാരമാണ് പ്രോഫിറ്റ് ലോസ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ മന്ത്ലി നിങ്ങൾ എത്ര പ്രോഫിറ്റ് ലോസ് ഉണ്ടാക്കി, ഏത് സെറ്റപ്പ് വഴിയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ലോസ് ഉണ്ടാകുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് ഉള്ളത് എന്നും തിരുത്തൽ എവിടെയാണ് വേണ്ടത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുവഴി നിങ്ങൾക്ക് പ്രോഫിറ്റ് തരുന്ന ട്രേഡ് ഏതാണെന്നും എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ലോസ് വരുന്ന ട്രേഡ് അവോയ്ഡ് ചെയ്യുക എന്നും മനസ്സിലാവുന്നതാണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരു ട്രേഡർക്ക് ആവശ്യമായ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല ടൂൾസും ഈ ആപ്ലിക്കേഷനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.